ജസ്റ്റേഷണൽ ഡയബറ്റീസ് 15% പ്രഗ്നൻസികളിൽ ഇന്ന് കാണുന്നുണ്ട്. നേരത്തെ ഒരു ഡെലിവറിയിൽ 4.5 കിലോ വെയിറ്റുള്ള കുഞ്ഞിനെ ഡെലിവറി ആക്കിയിട്ടുള്ളവർ, ബോഡി മാസ് ഇൻഡെക്സ് 30 കൂടുതൽ പോലെ വെയിറ്റ് ഉള്ളവർ, ഫാമിലിയിൽ പേരൻസിനോ സഹോദരങ്ങൾക്കോ ഒക്കെ ഷുഗർ ഉള്ളവർ, അതുപോലെ പോളിസിസ്റ്റിക് ഓവറിയുടെ പ്രോബ്ലം ഉള്ളവർ, ഇവർക്കൊക്കെ ഡയബറ്റീസിൻ്റെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധാരണ പോലെ ഫാസ്റ്റിംഗ് ഷുഗറോ HbA1cയോ റാൻഡം ഷുഗർ കൊണ്ടൊന്നും നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. യൂണിവേഴ്സൽ സ്ക്രീനിങ് ആണ് നമ്മുടെ കേരളത്തിൽ. അത് എല്ലാവർക്കും ഒരു 75 ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ചിട്ട് നമ്മൾ ഒരു ഫാസ്റ്റിംഗ് വേണമെന്നില്ല, ഒരു സിംഗിൾ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡുണ്ട്. അത് നമുക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അത് മൾട്ടിപ്പിളായിട്ട് പല പ്രാവശ്യം ബ്ലഡ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ നേരത്തെ ഇപ്പോൾ ഫുഡ് കഴിച്ചതിന് അനുസരിച്ചല്ല, ഒരു 75 ഗ്രാം ഗ്ലൂക്കോസ് എപ്പോഴാണെങ്കിലും കുടിക്കാം. അതിനുശേഷം അവർക്ക് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ബ്ലഡ് എടുക്കും. അതിൻ്റെ വാല്യൂ 140 കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഷുഗർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് കൊണ്ടുള്ള പ്രോബ്ലം? ഈ ഡയബറ്റീസ് ഉള്ള ഒരു ലേഡി ഗർഭിണിയാവുന്നതും ജസ്റ്റേഷണൽ ഡയബറ്റീസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ നേരത്തെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ പ്രഗ്നൻസിയിൽ കൂടുതൽ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ജസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ പ്രത്യേകത, ഇവർക്ക് ഈ പ്രഗ്നൻസിയിൽ മാത്രമാണ് ഈ ഷുഗർ കാണുക. ഡെലിവറിക്ക് ശേഷം അത് അവരുടെ നോർമൽ റേഞ്ചിലേക്ക് അവർ വരും. പക്ഷേ അവർക്ക് കുഞ്ഞിന് വലിപ്പം കൂടാനുള്ള സാധ്യതയും തൽഫലമായ കോംപ്ലിക്കേഷൻസ്, ഷോൾഡർ ഡിസ്റ്റോഷ്യ പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ GDM ഉള്ളവരിൽ ഒരു 50% ആളുകൾക്ക് ഭാവിയിൽ 5 വർഷത്തിനകം തന്നെ ഷുഗർ വരാനുള്ള സാധ്യതയുണ്ട്. എക്സസൈസും ഡയറ്റും കൊണ്ട് അവർക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ GDM എക്സസൈസും ഡയറ്റും കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് കൺട്രോളിലാക്കാം. പക്ഷേ മജോറിറ്റിയിലും മെറ്റ്ഫോമിൻ പോലെ സേഫായിട്ടുള്ള ഗുളികകൾ വേണം. അതുകൊണ്ടും കൺട്രോൾ ആവുന്നില്ല എങ്കിൽ ഇൻസുലിൻ വേണ്ടി വരും. ഇൻസുലിൻ പ്ലാസൻ്റ ക്രോസ് ചെയ്തില്ല, അതുകൊണ്ട് കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇൻസുലിൻ എടുത്തതുകൊണ്ട് ഭാവിയിൽ എന്നും ഇൻസുലിൻ എടുക്കേണ്ടി വരുമെന്നോ എന്നൊന്നുമില്ല. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ആക്കുക, അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുക.